അസമിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബുൾഡോസർ രാജ് പുനരാരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 153 ഹെക്ടർ വനഭൂമി ഒഴിപ്പിക്കുക എന്ന പേരിൽ ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചതായി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വ്യാപകമായിരുന്ന കുടിയൊഴിപ്പിക്കൽ സെപ്റ്റംബറിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഉടലെടുത്ത പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഈ താൽക്കാലിക നിർത്തിവെക്കൽ. ഇതാണ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരിക്കുന്നത്. അസമിൽ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ബുൾഡോസർ രാജിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2021 ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് അസമിൽ ബംഗാളി സംസാരിക്കുന്ന മിയ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചത്. വനഭൂമി, ആരാധനാലയങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി, സർക്കാർ ഭൂമി എന്നിവ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയെന്ന ന്യായീകരണം പറഞ്ഞാണ് BJP സർക്കാർ മുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുന്നത്. ഡാരംഗ്, ഗോൾപാര, നാഗോൺ, ഗോലാഘട്ട്, ദുബ്രി, ബിശ്വനാഥ്, ഹോജെ എന്നീ ജില്ലകളിലാണ് ഇത്തരം ബുൾഡോസർ രാജ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 2021 സെപ്റ്റംബറിൽ ഡാരംഗിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനിടെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഗ്രാമീണർ കൊല്ലപ്പെടുകയും ചെയ്തു. എങ്കിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് BJP സർക്കാർ തങ്ങളുടെ അതിക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെല്ലാം പതിറ്റാണ്ടുകളായി അതാത് ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പലരും മുൻ സർക്കാരുകൾ ഇടപെട്ട് അവിടെ താമസിപ്പിച്ചവരുമായിരുന്നു. കയ്യേറ്റക്കാരെയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നും കയ്യേറ്റക്കാരായ എല്ലാ വിഭാഗം ജനങ്ങളെയും തങ്ങൾ കുടിയിറക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായി സർക്കാർ പറയുന്നുണ്ടെങ്കിലും കുടിയിറങ്ങേണ്ടി വന്നവരെല്ലാം മിയ വിഭാഗത്തിൽ നിന്നുള്ള ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. 2021 ആരംഭിച്ച കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ ഇതുവരെ 50,000-ലധികം പേരെ കുടിയൊഴിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിലായി 4,000-ലധികം വീടുകൾ പൊളിച്ചു കളഞ്ഞതായും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബംഗാളി മുസ്ലിങ്ങളുടെ അധിനിവേശം ചെറുക്കുമെന്നും നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കെതിരെയുള്ള നിയമപരമായ നടപടിയാണിതെന്നുമാണ് അസം സർക്കാർ ഈ കുടിയൊഴിപ്പിക്കലിന് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ഇത്തരത്തിൽ കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ബുൾഡോസർ രാജ് 2025 സെപ്റ്റംബറിൽ സുബീൻ ഗാർഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിർത്തിവെച്ചിരുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 2 ദിവസങ്ങൾക്ക് ശേഷം ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുബീൻ ഗാർഗിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളെ സംസാരിക്കവെയാണ് തന്റെ ഫേസ്ബുക്ക് ലൈവിൽ ഹിമന്ത കുടിയൊഴിപ്പിക്കൽ പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത്. സുബീൻ ഗാർഗിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങൾ നേപ്പാളിലുണ്ടായ അട്ടിമറി ശ്രമങ്ങൾക്ക് സമാനമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഗോൾപാരയിലെ ദഹിക്കട്ട വനഭൂമിയോട് ചേർന്നുള്ള മുസ്ലിം വീടുകൾക്ക് നേരെ ബുൾഡോസർ കൈകൾ നീണ്ടത്. ഇതിനായി പോലീസ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ജീവനക്കാർ, മറ്റുള്ളവർ ഉൾപ്പെടെ 1000-ലധികം പേരെ ചുമതലപ്പെടുത്തിയതായും അസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഞായറാഴ്ച ആരംഭിച്ച ഈ നടപടി വരും ദിവസങ്ങളിലും തുടരുമെന്നും അസം സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗോൾപാര ജില്ലയിലാണ് നിലവിലെ കുടിയൊഴിപ്പിക്കൽ നടപടി തുടരുന്നത്. 2025 മാത്രം 1000-ഓളം മുസ്ലിം വീടുകൾ ഈ പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടു. 900 ഹെക്ടറിലധികം ഭൂമി ഈ വർഷം മാത്രം ഗോൾപാരയിൽ തങ്ങൾ തിരികെ പിടിച്ചെന്നാണ് അസം സർക്കാർ അവകാശപ്പെടുന്നത്. കുടിയിറക്കപ്പെടുന്നവർക്ക് സുരക്ഷിതമായ പുനരധിവാസം സാധ്യമാക്കുന്നതിന് ഇതുവരെയും അസം സർക്കാരിന് സാധിച്ചിട്ടില്ല. ഗോൾപാര, ധുബ്രി, ഗോലാഘട്ട് എന്നിവിടങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ട 1000-കണക്കിന് പേർ നിലവിൽ നദീതീരങ്ങളിലോ തകർക്കപ്പെട്ട വീടുകൾക്ക് സമീപമോ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് കുടിലുകൾ കെട്ടി താമസിക്കുകയാണ്. ചില ചാരിറ്റി സംഘടനകൾ നൽകുന്ന വെള്ളവും ഭക്ഷണവും മറ്റ് അവശ്യ സൗകര്യങ്ങളും മാത്രമാണ് ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. ചില സ്വകാര്യ ക്യാമ്പുകളും ഇത്തരത്തിൽ കുടിയിറക്കപ്പെട്ടവർക്കായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊഴിച്ചാൽ സർക്കാർ തലത്തിൽ ഒരു പദ്ധതിയും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടില്ല. മാത്രമല്ല, കുടിയിറക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാൻ തന്റെ സർക്കാരിന് ബാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാദം.